സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ മുസ്ലിം നാമധാരികളായി രണ്ട് പുതിയ മൃഗങ്ങൾ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അവർ രണ്ട് ചാനൽ മുഖാന്തരം കാണാനിടയായി. ഒന്ന് വാലി ഓഫ് നോളജ്, അതാരാണ്? CH മുസ്തഫ മൗലവി. അവനെ കാണുമ്പോൾ അറിയാം അവൻ ചെറ്റയാണെന്ന്. അവനങ്ങോട്ട് ഖുർആനൊക്കെ ഓതി അതിൻ്റെ അർത്ഥം പറയണം. അവൻ്റെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് അർത്ഥം പറയണം. നോമ്പെടുക്കുന്നവർക്ക് എടുത്താൽ മതി, നിർബന്ധമില്ല, ഇന്ന ദിവസം എടുക്കണ്ട. സൂറത്തുൽ ബഖറയിലൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നിർബന്ധമുള്ള എടുക്കുന്നതിന് നിനക്കെന്താണ് കുഴപ്പം? എന്തായാലും റമദാനല്ല മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് അവൻ രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിലോ പിന്നീട് എടുത്ത് വീടണമെന്നാണ്. പിന്നെ അവൻ അതിന് വേറെ കൊടുക്കുന്നുണ്ട്, വേറെ അത് ഖുർആനിൽ പറയുന്നത് തന്നെയാണ്. ഒരാളിന് വിശന്ന് വലഞ്ഞ ഒരാളിന് ഒരു ദിവസത്തെ ആഹാരം കൊടുത്താൽ അത് വീട്ടാം. അപ്പൊ അങ്ങനെ വീട്ടി പിന്നെ അതായത് ഇസ്ലാമിന്റെ നിയമങ്ങളെ എങ്ങനെ ഒഴിവാക്കി കിട്ടാം. അപ്പൊ ഇതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ നിയമങ്ങൾ, നോമ്പ് എടുക്കുക എന്നുള്ളത് ഇപ്പൊ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നു നോമ്പെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഒരു വർഷത്തിൽ ഒരു മാസത്തെ നോമ്പ്. അപ്പൊ ഇവനെല്ലാം ന്യായങ്ങളുണ്ട്, പുതിയ പുതിയ അർത്ഥങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, എടാ CH മുസ്തഫ മൗലവി, നിന്നെപ്പോലുള്ള ഒരുപാട് ചെറ്റകള് മുസ്ലിം പേര് നാമധാരികളായിട്ട് വന്നിട്ടുണ്ട്. പണ്ടൊരു ചേകന്നൂർ മൗലവി ഉണ്ടായിരുന്നു. അവന്റെ അവസ്ഥ അറിയാനല്ല, അവനിന്ന് എവിടെയാണ്? ആരെങ്കിലും കണ്ടാ കേട്ടാ അറിഞ്ഞ. അപ്പൊ നീ എന്ന് പറയുന്നത്, നിന്റെ സംസാരം കേട്ടാ തോന്നും ഓ നീ വലിയ ഇസ്ലാമിക പണ്ഡിതനാണ്, നിനക്ക് എല്ലാം തികഞ്ഞ് നീ എല്ലാം അറിയുന്നവനാണ്. എടാ, നീ ആദ്യം മനസ്സിലാക്കാനുള്ളത്, നീ തലമുടിയൊക്കെ നീട്ടി വളർത്തി ഒരു താടിയും വെച്ച് നീ അരച്ച് മുസ്ലിം ആവൂല. കാരണം താടി വെച്ചവരും പിന്നെ തലമുടി വളർത്തിയവരും തലയിൽ തൊപ്പി വെച്ചതും യഹൂദന്മാർ ഒരുപാടുണ്ട്. അപ്പൊ ഈ മുനാഫിക്കീങ്ങളെ കൂട്ടത്തില് നിന്നെയും വേറൊരു തെണ്ടി, അവൻ ജബ്ബാർ എന്ന് പറയുന്നതിന്റെ അർത്ഥം നീ മനസ്സിലാക്കടാ പട്ടി. അവൻ പട്ടി, അതായത് മൃഗങ്ങളെക്കാൾ കഷ്ടമാണ് യൗമാർ രണ്ടുപേര്. യൗമാർ ഇല്ലാത്ത ന്യായങ്ങൾ. കാര്യം ഖുർആന്റെ അർത്ഥം അങ്ങ് പറയുമ്പോഴത്തേക്ക് സംഗതി ശരിയാണ്, ഇവൻ പറയുന്നത് ശരിയാണല്ലോ, അപ്പൊ അങ്ങനെ പാടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയുന്ന ഖുർആനിൽ 100 സ്ഥലങ്ങളിൽ തെറ്റുണ്ടെന്നാണ്. ഖുർആൻ ഉണ്ടാക്കിയ യവനാ? അതേ യവന്റെ തന്തയാ ഉണ്ടാക്കിയത്? ഖുർആൻ എന്ന്